ഇങ്ങോട്ട് വരാൻ തോന്നിയ പോലെ നടക്ക. എല്ലാം അനുഭവിക്കേണ്ടത് ഞാനല്ലേ? എനിക്ക് അങ്ങനത്തെ ഗതികേടൊന്നും ഇല്ല. എനിക്ക് നല്ല വീടുണ്ട്. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേ. എന്താണ് സംഭവം? എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണോന്ന്. എടി എന്താ കാര്യൊന്നുമില്ലേ? കാര്യം എന്താ നിങ്ങക്ക് അറിയാൻ പാടില്ലേ? ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാം. ഇവിടെ അതല്ലല്ല. ഞാൻ എന്താ ഇവിടെ അടിമേണ? നിങ്ങളുടെ ചേട്ടൻ എന്ത് കോലത്തിലാണ് ഇവിടെ നിൽക്കണത്? ഒന്ന് വൃത്തിയമ്മേക്ക് ഇരിക്കാൻ പാടില്ലേ? ആ ബാത്റൂമിലോട്ടാണെങ്കിൽ കേറാൻ പാടില്ല. വീടിയും വലിച്ച അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് അവനവന് ഉപയോഗിക്കണല്ലേ? ഒന്ന് വൃത്തിയായിട്ട് ഇട്ടാലെന്താ? നേരത്തിന് പെണ്ണും കെട്ടിയില്ല, എന്നിട്ട് ബാക്കിയുള്ളവനാണ് ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടത്. നിങ്ങളുടെ ചേട്ടനാന്നോർത്ത് ഇതൊന്നും സഹിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഇട്ടാ കൊള്ളൂല്ലല്ലോ. ചേട്ടാ ഏട്ടാ, അതെ അവിടുന്ന് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അല്ല, എന്താ ചേട്ടൻ ഉദ്ദേശിക്കണേ? എനിക്ക് മനസ്സിലാവണ്ടോ? എന്താ ഉദ്ദേശിക്കണേ? എടാ ഞാൻ ഒന്നും ഉദ്ദേശിക്കണില്ലേ, അവിടെ കിടന്നു അത്രേ ഉള്ളൂ. ഇത് എന്താ ഇവിടെ കാണിച്ചിട്ടുള്ള കോലം? കവിത എഴുതിയല്ലേ പേപ്പറിൽ? അതെ അല്ലേ? അല്ല, ഇതൊക്കെ വൃത്തിയാക്കാൻ ഒരാൾ വേണം ഇവിടെ. മനസ്സിലാവണ്ടോ? ഏട്ടൻ നേരം വെളുക്കുമ്പോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എഴുതി കുത്തിയിരുന്നോട്ടെ അകത്തേക്കൊന്നും പോവില്ല. പണിക്ക് പോണം. നീ പോടാ, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോളൂ. ഏട്ടൻ ഇപ്പൊ പ്രായം എത്രയെങ്കിലും ആയിക്കോട്ടെ. എന്തിനാണ് പ്രായം? എന്താണ് ഇവരെ കൊണ്ട് പറഞ്ഞ്? അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ ഇക്കണ്ട കാലം വരെ ഒരു ജോലിക്ക് പോണില്ല, ഒരു പണിക്ക് പോണില്ല. ചേട്ടന്റെ സകലമായ കാര്യങ്ങളും ഈ വീട്ടിൽ നടന്നു പോകുന്നുണ്ട്. അത് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടന് യാതൊരു വിധത്തിലുള്ള ധാരണ അതിലില്ല. ഈ പണി ചെയ്തോണ്ട് എന്താ ചേട്ടനൊരു ഉപകാരം ഉള്ളത്? ഇതുവരെ എന്ത് ഗുണം ഉണ്ടായിട്ടുള്ളത്? ഞാൻ കവിത എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ചേട്ടന്റെ സ്വന്തം കാര്യങ്ങളും നോക്കാത്തോണ്ട് പറ്റുണ്ടോ? എന്നാ കുഴപ്പമില്ല. എടാ എനിക്ക് പറ്റുന്നു. എനിക്ക് പറ്റും. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ഇവിടെ മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പെണ്ണാണ് അവള്. അവൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണ് എന്നുള്ളത് നീ മണ്ടുവിനെയാണ് ഉദ്ദേശിച്ചത്? എടാ, മണ്ടു എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടി എന്ന് പറ. നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ കിടന്ന് മരിക്കാൻ എനിക്ക് പറ്റില്ല. എന്താ മോളെ, എന്താ ഇവന്റെ പ്രശ്നം? ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ നോക്ക്, ഞാൻ പഠിച്ചു വാരിട്ട് പോയതല്ലേ, എന്തിനാ ഈ പിച്ചു കീറിയിട്ടേക്കണേ? അത് മോളെ, ഞാനൊരു പുതിയ കവിത എഴുതിയതാണ്. ഇതാ വായിച്ചു നോക്ക്. പറക്കുന്ന പാമ്പുകൾ. വായിച്ചു നോക്കടാ. പറക്കും സർപ്പങ്ങളോ ഞാനൊരു സാധനങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവണതെങ്കിലും എന്തെങ്കിലും എഴുത്. എന്നാ പിന്നെ അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവും. ഇതൊരു ആ സാധനങ്ങൾ അവിടെ ഞാൻ കാണിച്ചറിയാം. ശരി. ആ ബാലമാഷ സ്വഭാവം ശരിയില്ല കേട്ടാ. എന്ത്? 500 രൂപ കടം ചോദിച്ചു. നിന്നോടാ? എന്നോടല്ല, ഞാൻ അയാളോട് തന്നു. ഇപ്പൊ 3 ആഴ്ചയായി. മിനിയാന്ന് 3-4 കൂട്ടത്തിന് 500 ഉണ്ടോന്ന് ചോദിച്ചേക്കണ എന്നോട്. നീയല്ലാതെ ഈ വേളനോടൊക്കെ കടം ചോദിക്കുവോ? നമ്മൾ ആരോടും എന്തെങ്കിലും മേടിക്കണമെങ്കിലും അവർക്കൊരു അന്തസ് വേണം. സത്യം കേട്ടാ, അത് ശരിയാണ്. ഒരു 10-300 രൂപ കൂടി വേണമല്ലോടാ 1 ലിറ്ററിന്. എടുത്ത് സംഘടിപ്പിക്കണം. ആടെ കടം കിട്ടൂല. ബീവറേജ് വേറെ ഏടിയും ചോദിക്കാം. എന്തിനു മാറ്റുന്നത്? അല്ലടാ, ഇന്ന് എവിടെയും പോയില്ലേ? ഏടെ പോണ്ടത്? സാധനം പിടിക്കാൻ പോണില്ല. ആ പൈസ കൊണ്ടാ? ഇല്ലാന്നേ. സത്യം പറഞ്ഞു, സാധനം മേടിക്കാൻ പോയിരിക്കല്ലേ? നിന്നെ കണ്ടപ്പോ ഇവിടെ പഠിക്കണല്ലേ? എന്റെ സൂതേട്ട പൈസ എന്റെ മേടിച്ചിട്ടല്ലേ ഇരിക്കുള്ളൂ. ഇന്നത്തെ പോലെ പേടിക്കണ പോയി. സൂതേട്ട എന്തെങ്കിലും തല ആരെങ്കിലും കൂടി വന്ന് കൂടിയാ പിന്നെ ആ പങ്കും കൂടി പോകും. കാശില്ല, പൈസ കൊടുക്കാനുള്ള കൊടുക്കല്ല നമുക്ക്. മുഖം പിടിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെ എടുക്കുന്ന മടക്കി വെച്ചേട്ടാ. അങ്ങനെ വരട്ടെ. സോഡി മേടിക്കട്ടോ. എല്ലാം മേടിക്കാം. 500, 600.
എന്നാ കാര്യം ഞാൻ പോട്ടാ. നിക്ക് ഞാൻ സത്യത്തില് സുഖേട്ടനെ കാണണമെന്ന് വിചാരിച്ചതാണ്. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ നിങ്ങ അല്ല അല്ല നിക്ക് അല്ല ഞാൻ വേറൊരു ആവശ്യത്തിനാണേ. പിന്നെ എന്താ കയ്യിലെന്താ ഉള്ളത്? അല്ല കയ്യിലെന്താ ഉള്ളത് ചോദിക്കാം. പൈസ എന്തെങ്കിലും പൈസ ആ മിക്കൊരു 100 റുപ്യ വേണം. അതാണ് ഇല്ലേ സത്യം ഒന്നും ഉണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് പണിയില്ലാണ്ട്. ഒരു 100 റുപ്യ ഇല്ല സത്യം. ഞാൻ ഒരു വഴിക്ക് പോണി. ഇതുണ്ടെങ്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുവോ? ഇല്ലാണ്ടാണേ. ഇവിടെ ഉണ്ണി ഒരു ആ ഉണ്ണിടത്തോട് വേണേ തപ്പിക്കോ. സത്യം പണിക്ക് പോയി കൂടെ എന്നാലും പൈസ കിട്ടൂല. ഞാൻ മണിക്ക് പോയിട്ട് പിന്നെ ആരും എഴുതും. ഒരു കാര്യം ചെയ്യും, നീ വന്ന് എഴുതിക്കോ, ഞാൻ മണിക്ക് പോവാ. അതിന് വല്ല കാര്യമുണ്ടോ? അല്ല ഇതിപ്പോ പുതിയ ഒരു പുതിയൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് മറ്റേ പ്രകാശനം എന്താ ചെയ്യണമെന്നുണ്ടോ? ആയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. എടുക്കത് ഇല്ല സത്യട്ടെ ഇല്ലേ. എവിടെ തുണി കഴിക്കല്ലേ ഇല്ലാഞ്ഞിട്ടാണേ. ഉണ്ടെങ്കി ഒരു 100 രൂപ സത്യം ചോദിച്ചാൽ തന്നെ ഇപ്പൊ എന്താണ് ഒരു ചെറുതടിക്കാൻ ഒരു നിവർത്തിയില്ലേ? കണ്ണുമൂറ് ഒരിക്കണില്ലേ എന്താ ഇല്ലേ? ഇല്ല ഒരു ചുമ്പ ഒരു തോൾ സഞ്ചി കുളിക്കലുമില്ല തലക്കലുമില്ല. ഞാൻ ഊട്ടല് താഴേക്ക് ഇട്ടാണേ തുണി ഒലിഞ്ഞെടുത്താണ്ടില്ലേ. എങ്ങനെയുണ്ട് മറ്റൊരു പണിക്കും തുരത്തിനും പോകണ്ട അനിയനെ പറ്റിച്ച് ഇങ്ങനെ തിന്നോണ്ട് കിടക്കും. എന്നിട്ട് കവിയാണെന്ന് കവി എന്തോ എനിക്ക് എഴുതിക്കൂ. ആണ് വീട്ടിലൊരു കവി ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ. ആ മേലാൽ എഴുതാൻ പാടില്ല പറഞ്ഞു. ഒരു 3-4 കൊല്ലായി ഇപ്പൊ എഴുതില്ല, വിടാണ്ടിരുന്നോളൂ. കുറെ എന്തെല്ലോ എഴുതി തരും. ഇത് എനക്കാ തിരിയണ്ട. ഇനി അത് വെച്ചോണ്ടിരുന്നിട്ട് വേറെ ആരെങ്കിലും വന്ന പോയിട്ട് വരേണ്ടത് ഇല്ല. പൈസ ഞാൻ പൊക്കും. സത്യേട്ടൻ അതിലെ പോയി ഞാൻ ഇപ്പുറത്ത് പോയിക്കോളാം. എന്റെ കൈ പിടിക്കും. മന്നേട്ടാ വലിയ സോഡ മേടിക്കണേ. ഇയാള് തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു. സുഖേട്ടാ 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 അതെ കാര്യം പറഞ്ഞോ. അല്ല ഞാൻ നിന്നില്ലടാ. ഞാൻ കഴിച്ചു കണ്ടോ. അതല്ലാന്ന് നമ്മുടെ സത്യശീലനില്ലേ കവി, അയാൾ 6 മാസമായിട്ട് കാണാനില്ല. 6 മാസമായിട്ട് കാണാനില്ലല്ലോ. ഇപ്പതേ ശീതളിനൊരു ഫോൺ വന്നേക്കണം. ഉത്തർപ്രദേശിലെങ്ങാനും ട്രെയിൻ കയറി മരിച്ച് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ പുതിയായിട്ടുണ്ട്. അപ്പൊ ആളെ തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ സത്യനാഥ് എങ്ങനെ അറിയാം? ഈ ബോഡിയുടെ അടുത്തുണ്ടായ തോൾസഞ്ചിയും പേനയും ഡയറിയൊക്കെ ഇയാളുടെയാണെന്ന്. ആ കവിതയൊക്കെ എഴുതിയ ബുക്കൊക്കെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി. ഇപ്പൊ ശീതളം ബോഡി കൊണ്ടുവരാൻ പോയൊക്കെയാണ്. എന്തൊരു കഷ്ടമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരാൾക്ക് ഇന്നേ വരെ ഒരു ദ്രോഹം ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. എന്ത് നല്ല കലാകാരനായിരുന്നു ഇല്ലേ. എന്ത് അർത്ഥവത്തായ വരികളാണ് എഴുതി വെച്ചത്. അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ദൈവം അങ്ങോട്ട് വേഗം എടുക്കും. അല്ല ഇന്ന് വരെ ഒരാളായിട്ട് ഒരു ശാശി എന്ന് പറയിപ്പിക്കേ, ഒരു തല്ല് പിടിക്കേ ഇല്ലേ, ഒരു ഏറിമാറി ഒരു വർത്താനം പോലും പറഞ്ഞിട്ടില്ല. സത്യം നമ്മുടെ നാടിന്റെ അഭിമാനം വരുന്ന ഇയാള്. സ്വന്തമായിട്ട് കുടുംബത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നില്ലേ? മുഴുവൻ നാടും നാട്ടുകാരെ വേണ്ടിരുന്നുള്ള ആ പാവത്തിൽ. എന്നാലും അവസാനമായിട്ട് അന്ന് നമ്മുടെ അടുത്ത് വന്ന് ഓർക്കണ്ട, ഒരു 100 രൂപ ചോദിച്ചിട്ടേ ഞാനാണെ കൊടുത്തൂല. അല്ല അതിപ്പോ അവസാനത്തെ പോക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ. മനസ്സിനൊരു സുഖമില്ല. ഈ ഒരു കാര്യം ചെയ്താ വണ്ടി എടുക്കും. കേറാൻ നമുക്ക് അടുത്തോളം പോവാം. അവിടേക്കല്ല, ആദ്യം വേറെ സ്ഥലത്തേക്ക് കേറാന്ന്. എന്തൊരു കഷ്ടം. ഇരുന്നോ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഏട്ടനെ കുറിച്ച് പറയാറില്ല. ഏട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് ഞാനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ.
ഇറങ്ങിപ്പോണ ദിവസം അടക്കം വഴക്കുണ്ടാക്കിയിട്ടാണ് ഏട്ടൻ പോയത്. മൊയ്ത് സാറും രാഘവേട്ടനൊക്കെ പറയുമ്പോഴാണ് ഏട്ടൻ ഇത്രയും കഴിവുള്ള ഒരാളാണ് എനിക്ക് മനസ്സിലാവണം. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇതുപോലെ ഏട്ടൻ്റെ കൂടെ ജീവിക്കണം എന്റെ ആഗ്രഹം. അവിടെ പ്രിയമുള്ളവരെ, വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച ഒരു സന്ദർഭമാണ്. അക്ഷരങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണ് ഘട്ടത്തിൽ. കവി രാഘവ മാസിൻ്റെ ഒരുപാട് കവിതകൾ നമ്മളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകമാക്കിക്കണം. അതൊക്കെ ഒന്നാം തരം കവിതകൾ തന്നെയാണ്. അല്ല, ഒന്നാം തരം കവിതകളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകം ആക്കണുള്ളൂ. രാഘവേട്ടൻ്റെ കവിതകളൊക്കെ ഒരുപാട് വായിച്ചിക്കണ് ചെയ്യും. അതൊക്കെ ഒന്നാം തരം കവിതകളാണ്. ഒന്നാം തരം കവിതകൾ ചർച്ച ചെയ്യപ്പെടുകയാണ് രാഘവേട്ടൻ്റെ കവിതകൾ പല രാഘവേട്ടനല്ല മരിച്ചത്, സത്യേട്ടനാണ്. അതെ, ഞാൻ അതിലേക്ക് വരികയാണ്. കാരണം രാഘവേട്ടൻ്റെ കവിതത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സത്യശീല എഴുതാൻ തുടങ്ങിയത്. അത് എത്ര ആൾക്ക് ഇവിടെ അറിയുമെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത കാലത്താണ് ഓൻ്റെ ഓഫീസിൽ വന്നിട്ട് ഓൻ്റെ ഒരു 17 കവിത എനിക്ക് തന്നു. കവിത വന്നിട്ട് പറഞ്ഞ്, മൊയ്തുക്ക അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇതൊന്ന് പുസ്തകമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനൊന്ന് വായിക്കട്ടെ കേട്ടോ, ഇരിക്കുന്ന പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ വായിച്ചോന്ന്. അപ്പോഴും ഞാൻ എനിക്ക് എന്തൊക്കെയോ തിരക്കിൽ പൊട്ടിക്കത് വായിക്കാൻ പറ്റിയില്ല. പിന്നെ കേൾക്കുന്ന വിവരം എന്താ, സത്യശീലൻ പോയത്. എങ്ങനെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല സത്യശീലൻ ദുനിയാവിലില്ല എന്നുള്ളത് കാര്യം. ഒരാഴ്ചയും കൂടി അവൻ കാത്തിരുന്നെങ്കിൽ ഓൻ്റെ കവിതകൾ ഒരു പുസ്തകമാക്കിയിട്ട് അത് വായിച്ചിട്ട് അവന് മയ്യത്താവേൻ. ആഴ്ചയും കൂടി അവൻ കാത്തിരുന്നെങ്കിൽ ഓൻ്റെ കവിതകൾ ഒരു പുസ്തകമാക്കിയിട്ട് അത് വായിച്ചിട്ട് അവന് മയ്യത്താവേൻ. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. ഓന് ശ്രമമില്ലാണ്ടായിപ്പോയി, ശ്രമ കെട്ടുപോയോ. ഓൻ മയ്യത്തായതിന് ശേഷമോ ഓൻ്റെ 17 കവിതയും ഞാൻ ഇരിപ്പിൽ വായിച്ചു. എന്താ നിങ്ങൾ പറയണേ? ഓൻ്റെ ഭാവന എന്തെത്താൻ ചോദിച്ചിട്ട് അങ്ങള് ഓൻ ജീവിച്ചിരുന്നെങ്കിലല്ലോ ഓൻ ONV കുറുമ്പോ ചെമ്മനും ചാക്കോ ആരെങ്കിലുമൊക്കെ ആയിത്തീരേന്. ഭയങ്കര നഷ്ടമാണ് നമ്മളെ നാടിന്. ഓൻ്റെ കവിതകളിൽ 17ാമത്തെ കവിത അത് നമ്മളെ വല്ലാണ്ട് അടങ്ങാറാക്കി. കാരണം ആ കവിതൻ്റെ അകത്ത് ഓൻ മയ്യത്താവുന്ന ഓൻ നേരത്തെ നിശ്ചയിച്ചിക്കണം എന്നുള്ളവരും പറഞ്ഞിട്ടോ എനിക്കറിയില്ല ശീതള. പക്ഷെ കവിതൻ്റെ അകത്ത് ഉണ്ട്. അത് ഞാനും ഓനെ ഇപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാവുന്നു എൻ്റെ ഭാവനയിൽ ഒന്ന് കേട്ടോ രാഘവേട്ട. മരണമേ നീ എന്നെ വാരിപ്പുണരുവാൻ നീയൻ ചാരത്തു തന്നെ വേണം, അല്ലെങ്കിൽ ഞാനുമെൻ ഭഗ്നമോഹങ്ങൾ അല്ലെങ്കിൽ ഞാനുമെൻ ഭഗ്നമോഹങ്ങളും നിരാശതൻ നീർച്ചുഴി ഒഴുകി ഞാൻ അലിഞ്ഞു തീരും. ഒരു ലാ കൂടുതലാണ്. ഞാൻ അലിഞ്ഞു തീരും എന്നാത്മരോഷങ്ങളൊക്കെ ഊസരഭൂവിലെരിഞ്ഞു തീരാൻ മരണമേ നീ അടുത്തു വേണം. കവിത തുടങ്ങണത് എങ്ങനെയാ? അവസാനത്തേക്കൊന്നും നമുക്ക് വായിച്ചാലുണ്ടല്ലോ ഇടങ്ങറായിപ്പോ, നമ്മൾ ചങ്കടറിപ്പോ. ഓനേ പോയിട്ടുള്ളൂ. ഓൻ്റെ ഓർമ്മകൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സത്യശീലന്റെ കവിതകളൊക്കെ ജീവിക്കും. അങ്ങ് ഉറപ്പാ. ബിസ്മില്ല പബ്ലിക്കേഷൻ ഓൻ്റെ ഒരു പുസ്തകം ഇറക്കും ഉറപ്പാ. അത്രയും എനിക്ക് പറയാൻ, വേറെ എനിക്ക് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്തേലും പറയും. ഇത് നല്ല കവിത. ബാക്കി ആകട്ടും പറയും. സത്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സത്യന് മനസ്സിലാക്കിയില്ല. ചെറുപ്പം മുതലേ സത്യൻ എനിക്കറിയാം. നല്ല കൗഹീർദയുള്ള ഒരു മോനായിരുന്നു. പക്ഷേ ഓനെ ആരും അംഗീകരിച്ചില്ല.
നമ്മുടെ ചുറ്റും സത്യൻ ഉണ്ടായപ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ല സത്യൻ്റെ വെളിച്ചം. ഇപ്പോഴ് കുറേ പുകഴ്ത്തിയിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അവൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി. നമുക്ക് ഇത് പൊറുക്കാൻ കഴിയാത്ത ഒരു വേദനയായി അവശേഷിക്കും. അതേ എനിക്ക് പറയാൻ. നീ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സത്യശീലനെ കുറിച്ച് പറയാണ്ടെങ്കിൽ പറയട്ടോ. അല്ല കാര്യം പറഞ്ഞു നിനക്കൊക്കെ പറയാണ്ടാവും. നിങ്ങളൊക്കെ അവന്റെ കൂടെ ചങ്കായിട്ട് നടന്ന ആൾക്കാരല്ലേ. എന്നും ഞങ്ങള് മൂന്നാള് വന്ന് കാണും സത്യൻ. സത്യയുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പറയും. പാവ നല്ല മനുഷ്യനാണ്. സത്യേട്ടന്റെ അനുസ്മരണ സമ്മേളനത്തിന് സത്യേട്ടന്റെ ആത്മാവിന് വേണ്ടി 2 വാക്ക് പറഞ്ഞിട്ടെങ്കിൽ എന്റെ ആത്മാവ് എന്നോട് ഒരിക്കലും ഓർക്കൂല. പറയുന്നേ സത്യേട്ടൻ നാടിന്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി തീർന്ന എന്റെ സത്യേട്ടനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കാര്യം എന്തെങ്കിലും 2 വാക്ക് ഈ പറയും. സത്യേട്ടൻ എല്ലാം കഴിയൂല, ആർക്കും കഴിയൂല. അത് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ അനുശോചന യോഗം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കാം. എല്ലാവർക്കും പിരിയാം. പോവാ.